ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലാണ് ദിയ കൃഷ്ണ. 5-ാം മാസത്തിലേക്ക് എത്തിയിരിക്കുന്ന ഗർഭകാലത്തിന്റെ വിശേഷങ്ങളെല്ലാം താരപുത്രി സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി 5-ാം മാസത്തിൽ ഭർത്താവിന്റെ കുടുംബം തനിക്കായി ഒരുക്കിയ പ്രത്യേക പൂജയുടെയും ചടങ്ങിന്റെയും വിശേഷങ്ങളാണ് ദിയ പങ്കിടുന്നത്. തിരുവനന്തപുരത്ത് വിവാഹത്തിന് സമാനമായ രീതിയിലായിരുന്നു ഗർഭിണിയായ ദിയയ്ക്കുള്ള പൂജാ ചടങ്ങുകൾ നടന്നത്. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ദിയയും അശ്വിനും. ആദ്യം ഒന്നും പോസിറ്റീവ് ആകാതിരുന്നപ്പോൾ തങ്ങൾ ഭയന്നിരുന്നുവെന്നും ചികിത്സയ്ക്ക് വിധേയമായാലോ എന്ന് പോലും ചിന്തിച്ചിരുന്നുവെന്നും പ്രഗ്നൻസി റിവീൽ ചെയ്ത ശേഷം ദിയ പറഞ്ഞിരുന്നു. ഗർഭിണിയായി 3 മാസം പിന്നിട്ടതിന് ശേഷമാണ് ദിയ തന്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തത്. 5-ാം മാസത്തിലെ ചടങ്ങുകളെല്ലാം അശ്വിന്റെ കുടുംബത്തിന്റെ വിശ്വാസത്തിനനുസരിച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും എല്ലാ ചടങ്ങുകളും ആദ്യമായി കാണുന്നതുമാണെന്നാണ് ദിയയുടെ സഹോദരിമാരായ ഇഷാനി കൃഷ്ണയും അഹാനയും എല്ലാം പറഞ്ഞത്. ഗർഭിണിയായ ശേഷം ഗർഭസ്ഥ ശിശുവുമായും മക്കൾ ബന്ധവുമായും ഗർഭിണികളുടെ ശാരീരിക മാനസിക അവസ്ഥകളുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ദിയ നിരന്തരം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കിടാറുണ്ട്. അത്തരത്തിൽ താരപുത്രി പങ്കിട്ടൊരു പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു പെൺകുട്ടിയുടെ ഹൃദയം തകർക്കാനും അവളെ കരയിപ്പിച്ച് ഉറങ്ങാൻ വിടാതിരിക്കാനും എന്റെ ഭാവി മകനെ പഠിപ്പിക്കാൻ പോകുന്നു. കാരണം ഒരിക്കൽ അതെല്ലാം അവന്റെ അമ്മയായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്റാണ് ദിയ പങ്കിട്ടത്. താരപുത്രിയുടെ പോസ്റ്റ് കണ്ട് പിറക്കാൻ പോകുന്നത് മകനാണെന്ന് ദിയ മനസ്സിൽ ഉറപ്പിച്ചോ എന്നാണ് ആരാധകരുടെ ചോദ്യങ്ങൾ. പ്രണയ തകർച്ചയും അതുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെടലും വേദനകളും ഏറെ അനുഭവിച്ചയാളാണ് ദിയ കൃഷ്ണ. താരപുത്രി തന്നെ അതേക്കുറിച്ച് മനസ്സ് തുറന്നിട്ടുണ്ട്. എന്നാൽ തനിക്ക് മകൻ ആണ് എന്നുള്ളത് ദിയ എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് ഇപ്പോൾ ആരാധകരുടെ ചർച്ച. അൾട്രാസൗണ്ട് സ്കാനിൽ പോലും കേരളത്തിലോ ഇന്ത്യയിലോ കുഞ്ഞിന്റെ ജെൻഡർ റിവീൽ ചെയ്യാറില്ല. പുറം രാജ്യങ്ങളിലാണെങ്കിൽ മാത്രമേ അങ്ങനെ റിവീൽ ചെയ്യാറുള്ളൂ. പിന്നീട് ദിയ അത് എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് ആരാധകരുടെ സംശയം. ജർമ്മനിയിൽ ഇരുവരും ഗർഭകാലത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ 4 മാസമായാൽ മാത്രമേ കുഞ്ഞിന്റെ ജെൻഡർ റിവീൽ ചെയ്യാൻ അൾട്രാസൗണ്ട് സ്കാനിൽ പോലും സാധിക്കുകയുള്ളൂ. അന്ന് ദിയയ്ക്ക് 2 മാസമായിരുന്നു. പിന്നീട് എങ്ങനെ ദിയ ഇത് മനസ്സിലാക്കിയെന്നാണ് ആരാധകരുടെ ചോദ്യം.